അടുത്ത വിഷയം കണക്കാ. എന്നാ പിന്നെ ഈ 5 വിഷയം അടുത്ത വിഷയം കണക്കാ പഠിക്കുന്നത്. ബുക്ക് എടുത്ത് വെക്കാൻ. കണക്കാന്നാ പിന്നെ പഠിപ്പിക്കണം. അതാ അനന്ത് വരുന്നേറ്റേ. ഇത് സാറേ ആ 3ന്റെ പട്ടിക അങ്ങോട്ടില്ലേ? 3ന്റെ ആ ഒരു 3 ഒരു 3 ആ 2 3 മൂന്നാറോ 3 അല്ല സാറും ചൊല്ലിക്ക്. 1 3 3 2 3 6 അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് അങ്ങനെ സാറേ സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ എന്തുവാ സാറേ? വനജ ടീച്ചറേ, സാറ് ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂലേ? അല്ല ഞാനത് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിക ചൊല്ലിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ 3 വരുമോ? ഞാനെന്തിനാ സാറിന്റെ കൂടെ 3 വരുന്നേ? സാറേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബ കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പെണ്ണുമ്പിള്ളയുടെ എന്തെങ്കിലും പറയുമ്പോ അവര് വേറെ ഏതാണ്ട് സാറേ എന്താ പറഞ്ഞേ? 3ന്റെ കാര്യം ശരിയാന്ന് ഞാൻ പറഞ്ഞേ. അവരോട് പറഞ്ഞപ്പോ അത് പറയാ ഞാൻ 3 ടൂറിന് പോകുന്നുണ്ടോ അതും ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, 3ന്റെ പട്ടിക ഈ ക്ലാസ്സിൽ ഒരൊറ്റൊരെണ്ണം ചൊല്ലിയേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. 7ന്റെ പട്ടിക എഴുന്നേറ്റുള്ള ചൊല്ലെഴുന്നേറ്റ്. ഏതാണ്ട് ചോദിക്കുന്നു. അഖിലേ 7ന്റെ പട്ടിക ചൊല്ലാൻ. 7ന്റെ അല്ലയോ? ആ അല്ല 7ന്റെ അവൻ കേട്ടിട്ടില്ല. 7 ഇത് എഴുതിയത് ആര്? ആരാ? ഞാൻ. ഈ 7 14 ലോഹം. ഞാൻ കണ്ടോണ്ടിരിക്കുവോ ഇപ്പൊ? ഞാൻ കണ്ടോണ്ടിരിക്കുവാ. കൈ അങ്ങ് നീട്ടിക്കോ. എഴുതിയത് ഞാന്. അവിടെ ഇരിക്കട്ടെ. എഴുതിയത് ആര്? എഴുതിയതാ അത്. ചുമന്നല്ലോ ചുമന്ന്. അടുത്തത് ഒരു മനക്കണക്കാ ഞാൻ ചൊല്ലാൻ പോകുന്നത്. മനക്കണക്ക്? അതെടുത്ത് അങ്ങോട്ട് വെക്ക്. മനക്കണ അപ്പൊ ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാടാ. മനക്കണക്കാണോ? 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ ഞാൻ ചോദിക്കട്ടെ, സാറെന്തിനും സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടംപോലെ കാശുള്ള എടുത്താടാ അവൻ. അവന്റെ സന്ധ്യയുടെ കാര്യം പറ. അല്ല മഞ്ജുവിന്റെ വീട്ടിൽ ഒരു വകയില്ല. ഞാനാണ്ട് അവൾ ചോറ് കൊണ്ടുവന്ന് മുളക് കുഴച്ച് മാത്രമാണ് കൊണ്ടുവന്ന്. ഒരു തേങ്ങ കൊടുത്ത് അവള് ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയുടെ സാറേ ഇത്? പാവങ്ങൾക്ക് വേണ്ട ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചു കൂടെ. പിന്നെ പുണ്യം കിട്ടത്തില്ലയോ? എല്ലാം ഉള്ളടത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് മനക്കണക്ക് അടങ്ങോട്ട് കയറി വന്നേണ്ട. ഈ കണക്ക് പഠിക്കണ്ട. അവിടെ അടുത്ത കണക്കിന് ബുക്ക് എടുത്തു നോക്ക്. എടുത്തു നോക്ക്. കണക്കിന് ബുക്ക് എടുത്തു വെക്കും. പൂരിപ്പിച്ചോണ്ട് വരാൻ ഫോമ പൂരിപ്പിച്ചോണ്ട് വന്നോ? എന്തോ ഇത്? എന്തായാലും അവര് പഠിപ്പിക്കാൻ പറ്റുന്ന പൈസ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ആര്? എനിക്ക് കിട്ടും. നീ കൊടുത്തോ? എനിക്ക് കിട്ടിയില്ല. പേര് അഖിൽ, ഫാദർ നെയിം മോഹനൻ, അഡ്രസ് ചരിഞ്ഞു വീട് മേലാൽ വയ്ക്കത്തില്ല, പെരിങ്ങനാട്. അതെന്തോടാ? ചരിഞ്ഞ വീട് മേലെത്തില്ലെന്നാ അച്ഛനാ എഴുതിയത്. അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. വരുമാനം എത്ര? സ്വന്തമായി ഒന്നുമില്ല. വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി 2 or 3 എണ്ണം പറന്നു പോകും. അതെന്തോ വരുമാനം ഒന്ന് ചോദിച്ചേ. വിമാനം എത്രയാന്ന് പറഞ്ഞോണ്ടായി അച്ഛൻ എഴുതിയത്. നീ ഒന്നുകൂടെ പൂരിപ്പിച്ചോണ്ട് വരണം. അതിന്റെ വിമാനം മാറ്റിയാൽ മതി. വിമാനം അങ്ങ് മാറ്റിയാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞിനി അത് കൊടുക്കണ്ട. സ്കോളർഷിപ്പിലായിരുന്നു. പൈസ കിട്ടിയായിരുന്നു. അടുത്ത ഹിസ്റ്ററി ബ്ലൗസ് ഔട്ട്. ഹിസ്റ്ററി പഠിപ്പിക്കാം. നിനക്കത് എനിക്ക് തരത്തില്ലായിരുന്നു. അപ്പോ ഹിസ്റ്ററി എന്നാൽ എന്ത്? പണ്ട് ആരെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചമ്മേനാ. പണ്ടാരം ഉണ്ടാക്കി വെച്ച ചരിത്രമാണ് ഹിസ്റ്ററി. പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ്. ശരി, നീ പറഞ്ഞത് ശരിയാണ് ഒരു കണക്കിന്. ശരിയാക്കിയില്ലേ ഞാൻ? പിന്നെ അടുത്തത് 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ ആനന്ദു. സാറേ ഈ 2ാം ലോക മഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ 1ാം ലോക മഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണിയായപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ 4 ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു. പിന്നെ സാർ ഒന്നുകൂടെ 1ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തവർ 2ാം ലോക മഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. മഹായുദ്ധവും 2ാം ലോകത്തും നീ ഒന്നും പഠിക്കുകയും വേണ്ട. നീ ഒന്നും പഠിപ്പിക്കുന്നുമില്ല. അത് എന്തോ ഞാൻ ഓർത്തിരിക്കുവാൻ. അടുത്ത കേട്ടോ. ഇപ്പം ഇന്ത്യയുടെ ധീര വനിത ആര്? സ്പെഷ്യൽ പാസ്. അനന്തോ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇന്ത്യയുടെ ധീര വനിത സ്പെഷ്യലി ചേർത്തോളാം അതിനകത്ത്. ഝാൻസി റാന്നി. സാറേ ഇത് ധീരവനിതയാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരാന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. റാന്നിക്കാരിയാ ഝാൻസി റാന്നി. ഝാൻസി റാന്നിയോ?
സാറ് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചു. ഝാൻസി റാണി വരാൻ വഴിയില്ലല്ലോ. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോകാൻ വഴി കിട്ടൂ. ഹലോ, ഝാൻസി റാണി? ഝാൻസി റാണിയോ? അല്ല, സോറി, ഇന്ത്യയുടെ ധീര വനിത ടീച്ചറേ. എന്തുവാന്ന്? അല്ല, ഇന്ത്യയുടെ ധീര വനിത ആരാന്നറിയാമോ ടീച്ചറെ? കാർത്യായനി. എന്താ പറഞ്ഞു സാറേ? കാർത്തിയായനി. അതാരാ? എഴുതി നൈസായിട്ട് അവരെന്റെ തള്ളക്ക് വിളിച്ചതാ.